ഇപ്പൊ പിന്നെന്തായി? ശിഷ്യനും മകനും കൂടി തർബിയത്ത് ചെയ്യുന്ന കാലായി. അപ്പൊ പിന്നെ ഒരു മതതും ഇല്ലാതാകുന്ന ഘട്ടമുണ്ടായി. അങ്ങനെയാണ് കേരള യാത്ര. നമ്മളൊക്കെ പണ്ട് ഇവരെ 89 കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഒരു സ്വാധീനമില്ലാത്ത കാലത്തുണ്ടായ വിജയം പോലും ഇക്കാലത്തില്ലാതായി. എന്താ കേരള യാത്ര സമാപനമൊക്കെ തിരുവനന്തപുരത്ത് നടന്നത്? ഏതായിരുന്നു ആ രാവ്? മേറാജിന്റെ രാവ്. എന്താണ് നടന്നത്? രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ അതിപ്രസരം. മുഖ്യമന്ത്രിയൊക്കെ 1 മണിക്കൂറാണ് പ്രസംഗിച്ചത്. രാഷ്ട്രീയമാ ചർച്ചയായത്. വർഗീയത ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് പിന്നീട് ആക്ഷേപങ്ങൾ വന്നു. അതേ മുഖ്യമന്ത്രി ഇന്നലെ കാസർഗോഡ് പ്രസംഗിച്ചല്ലോ. അപ്പൊ വേറൊരു ഇതൊക്കെ എന്താണെന്നറിയോ? അത് നമ്മളെ ജിഫിരി തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ ഇടയ്ക്കൊന്ന് കേൾക്കി. എന്നിട്ട് ഞാൻ പിന്നെ മശായിഖിന്റെ ബന്ധം നഷ്ടപ്പെട്ടതാണ് ഇവരുടെ പരാജയമെന്ന് വ്യക്തമാക്കി തരാം. ജിഫിരി തങ്ങളുടെ ആ പ്രസംഗം എടുക്ക് വന്നോട്ടെ. നമ്മളെ ഈ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ സമ്മേളനങ്ങളോ അതൊന്നും ആർക്കും രാഷ്ട്രീയം പറയാനുള്ളതല്ല. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു, നമ്മളെ യാത്രയിൽ ആരോ ചിലർ രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുള്ള വേദിയല്ല. ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം, സമസ്തന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ പറയാം. രാഷ്ട്രീയം പറയാൻ നമ്മളെ വേദി പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കുന്നുണ്ട്, എന്താവട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ ഇത് വളരെ ദീനിയാവുന്നതായ ഒരു സ്വഭാവമാണ് നമ്മളെ യാത്രക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സുന്നത്ത് ജമാഅത്തിനെ പറ്റിയും അതുപോലെ ദീനികമായ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചത്. അവിടെ വന്ന രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചത് സമസ്തനെ സംബന്ധിച്ചാണ്. സമസ്തന്റെ വലിപ്പവും മണ്ണൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മളെ വിജയം എന്നുള്ളത്. വന്നവരൊക്കെ സമസ്തനെ പറ്റി പറയാം. അവരെ ആശയങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നും പറയാനല്ല നമ്മളെ വേദി ഉപയോഗപ്പെടുത്തിയത്. അതിന് ആർക്കോട്ട് സാധിക്കില്ല. ആ സദസ്സിക്ക് അങ്ങനത്തതായ ഒരു പ്രൗഢി, ഒരു പുണ്യമൊക്കെ ഉണ്ട്. നമ്മൾ അറിയാത്ത ആളുകൾ അതിനെന്താവും തടുത്തുകൊണ്ടേ നിൽക്കും, മഹാന്മാരാവുന്ന മശായഖന്മാർ. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ വേറെ എവിടെ അനുഭവപ്പെട്ടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എന്തോ ആവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തുടക്കം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നല്ലൊരു ദുആയായി കാക്കട്ടെ എന്നും പറഞ്ഞു. ഇതിപ്പോ ലോകത്തെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ മാത്രം നല്ല നട്ടുച്ച നേരത്ത് കണ്ണ് ചിമ്മിയിട്ട് ഇത് രാത്രി അറിഞ്ഞുകൊണ്ട് അതൊന്നും നടക്കൂല. നമ്മളെ പ്രഭാഷണം കേൾക്കരുത് എന്ന് ഉപദേശിച്ചിട്ടും ഇനി നടക്കും. ഇതൊക്കെ എല്ലായിടത്തും വീട്ടിലെത്തല്ലേ? നമ്മളെ മൊബൈലിൽ പ്രസംഗം വരല്ലേ? യൂട്യൂബിനെ കണ്ട് ചീത്ത പറയണു. കാലത്ത് ഇത് വേണ്ടില്ലേ എന്നാണ്. അതൊക്കെ ഉണ്ടാക്കി വെച്ചു പോയി സംവിധാനം. അപ്പം എന്താ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ആ വാക്ക് നോക്കി നിങ്ങൾ. നമ്മളെ പരിപാടിയിലും രാഷ്ട്രീയക്കാർ വന്നിരുന്നു. പക്ഷെ അവർക്ക് രാഷ്ട്രീയം പറയാൻ അവിടുന്ന് കഴിയൂല. പിന്നെയോ അതിന് പ്രത്യേകമായൊരു മദത് ഉണ്ടാവും. കാണാത്തൊരു വസ്തു എന്തോ ഒന്ന് അവരെ തടയുന്നുണ്ടാവും. അത് മഹാന്മാരായ മശായിഖന്മാരുടെ മദതാണ്. ഇത് പറയാനെങ്കിലും ഒരു ഭാഗ്യം വേണ്ടേ? നിങ്ങളെ പറയില്ല. കാരണം എന്താ? മശായിഖിന്റെ കാലം കഴിഞ്ഞില്ലേ? നിങ്ങളെ കാലല്ലേ? അതാണ് വ്യത്യാസം. നിങ്ങളെ കാലമായി എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മുസീബത്ത്. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് അന്ന് 1 മണിക്കൂർ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും തിരുവനന്തപുരത്ത് ലാസ്റ്റ് സമാപന വേദിയിൽ നടത്തിയ പ്രസംഗവും ഇന്നലെ കാസർഗോഡ് കുണിയയിൽ അതേ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ഞാനിങ്ങനെ കേട്ടിരുന്നു പോയി. നല്ല പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ പ്രത്യേകം മുഖ്യമന്ത്രിനും ആശീർവദിക്കണമല്ലോ, പ്രധാനമന്ത്രിനെ മാത്രമല്ലല്ലോ. നമ്മൾ നോക്കുന്ന അവർ പറയുന്നത് എന്ത് എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് വരക്കൽ മുല്ല കോയത്തങ്ങൾ, അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കണ്ണിയത്ത് ഉസ്താദ്, ഇവരൊക്കെ നയിച്ചത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഒരു 100 കൊല്ലമൊക്കെ ഇങ്ങനെ നിന്നത്. അവരുടെ പാരമ്പര്യത്തിലാണ് ഇന്നും ഇത് ഓടുന്നത്. അപ്പൊ ഷംസുൽ ഉലമന്റെ ഒക്കെ പാരമ്പര്യം അത് ഇവിടെ തന്നെയാണെന്ന് മുഖ്യമന്ത്രിക്ക് വരെ അറിയണ കാലം. അത് മൂപ്പരിപ്പോ ദീന് പഠിച്ച ആളൊന്നും അല്ലല്ലോ. പക്ഷെ അത് പ്രകടമാണ്. രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതുണ്ട് നിങ്ങൾ. ഇന്നലത്തെ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം. നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കാര്യമാണ്. 100 വർഷം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല. ഇത്രയേറെ കാലം പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലനിന്നതിന് പിന്നിൽ ഈ സംഘടനയെ നാളിതുവരെ നയിച്ച
പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഷംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും അസ്ഹരി തങ്ങളുമടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട്. അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവ്വം ഓർക്കുകയാണ്. ആദരപൂർവ്വം ഓർക്കുകയാണ്. ഈ പ്രസ്ഥാനം ഇത്രയും 100 വർഷം ഇവിടെ നിൽക്കാനും ഇത്രയും അധികം ജനകീയമാക്കാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാരായ ആളുകളെയാണ് ഓർത്തത്. കണ്ണിയത്ത് ഉസ്താദും കെ ഉസ്താദും അസ്ഹരി തങ്ങളെ അടക്കം ഓർത്തുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. അതേ ആളെന്നല്ലേ തിരുവനന്തപുരത്ത് പോയത്. അവിടെ ഈ ബാഹ്യമായ ഈ സൂറ മാത്രമേ അവിടെ ഉള്ളൂ, സൂറാത്ത് മാത്രമേ ഉള്ളൂ. അവിടെ എന്തില്ല? മശായിഖിൻ്റെ ഒരു മദതില്ലാതെ പോയി. മശായിഖിൻ്റെ മദതില്ലെങ്കിൽ പിന്നെ എന്താ വരാന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല.